അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടൊരു പച്ചടിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടോക്കണേ. അപ്പോൾ ഇതാ രാവിലെ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചോറ് ഞാൻ പിന്നെ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവുള്ള അരി ആയതുകൊണ്ട് നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഊറ്റാനുള്ളതിന് പക്ഷേ ഞാൻ പണി തുടങ്ങണ മുന്നേ തന്നെ ചോറ് ഊറ്റിയിരിക്കുന്നു കേട്ടോ. വെന്തിട്ടുണ്ടായിരുന്നു ചോറ്. അപ്പോൾ അത് ആദ്യം ഊറ്റി വെക്കാൻ വിചാരിക്കുകയാണ്. പിന്നെയാണ് നമ്മൾ പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലേക്കുള്ള കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തേക്കുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞിരാൾക്ക് സ്ഥിരമായിട്ട് ഉച്ചക്ക് ചോറ് തിന്നുമ്പോൾ കഞ്ഞിവെള്ളം കേട്ടോ കുടിക്കുക. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അപ്പോൾ ചോറ് ഞാൻ ഊറ്റി മുഴുവനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പൈനാപ്പിളിൻ്റെ പിന്നെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പയർ ഉപ്പേരി കൂടെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീനൊക്കെ തൊലിച്ച് പിന്നെ കുളിക്കണ മുന്നേ തന്നെ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സവാള കട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ക്ലീൻ ചെയ്തുകൊണ്ട് തൊലിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒന്ന് ഞാൻ ചെമ്മീനിൽ നിന്ന് പിന്നെ മസാല പൊട്ടി വെക്കാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ ചെമ്മീനാണ്, എന്നാലും ചെറിയ ചെമ്മീനല്ല, അങ്ങനെയുള്ള മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെമ്മീനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഒന്ന് മസാല തേച്ച് വെക്കട്ടെ ആദ്യം തന്നെ. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പിന്നെ മുളക് പൊടി, പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റിലേക്കുള്ള സവാള അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ ദോശ ചുടുന്നിടയിൽ കൂടെ ചെയ്തതായിരുന്നു. അപ്പോൾ ചെറിയ ഉള്ളിയായിട്ട് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, അതന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് തൊലി ക്ലീൻ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ 3 ചെറിയ സവാള എടുത്തിട്ടുള്ളത്, 3 ചെറുതെടുത്തത്. അപ്പോൾ 2 വലുതൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതിയോ. അപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് 3.5 പോലെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചെറുതാക്കി കുനുകുന അരിഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. നീളത്തിൽ കട്ട് ചെയ്യാതെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സവാള മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഉച്ചക്കൊക്കെ രാത്രിയിലേക്കൊക്കെ ഉള്ള വേറെ കറികളൊന്നും ഇല്ലല്ലോ. കറികളെന്ന് വെച്ചാൽ നമ്മൾ ഒച്ചുകറികൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാളയും ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി മാത്രം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സവാള ചേർക്കാതെ ഫുള്ളായിട്ട് ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം ഉണ്ടായതുകൊണ്ടാണ് സവാള കൂടുതൽ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളിയും കൂടെ ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സവാളൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കേട്ടോ, ഒരു അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് കൂടെ ഞാൻ പിന്നെ കുറച്ച് വലുതാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊടി കുഞ്ഞു കഷ്ണങ്ങളാക്കാതെ കുറച്ച് വലുതാക്കിയിട്ട് ഇപ്പോൾ ഗ്രേവിയിൽ ഇങ്ങനെ മുളക് കുട്ടികൾക്ക് കടിക്കണ്ടാക്കിയിട്ട് ഞാൻ മുളക് കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമുക്ക് കുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 അല്ലി വെളുത്തുള്ളി എടുത്ത് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തുള്ളത്. അപ്പോൾ വലിയ അല്ലി കൊണ്ട് ഇതുപോലെ 4 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് മുന്നൊക്കെ, അതായത് ഞാനിപ്പോൾ ക്ലാസ്സിന് പോകണ മുന്നേ ഞാൻ നഴ്സിങ്ങിൻ്റെ ക്ലാസ്സിന് പോയിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഒന്നാകെ ക്ലീൻ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കലായിരുന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തില്ല. ക്ലാസ്സിന് തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ടൈമൊന്നും കിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്ക് ഈ ഇടികല്ല് കിട്ടിയതിന് ശേഷം എനിക്ക്
പെട്ടെന്ന് നമ്മൾ തൊലി ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. ചിലപ്പോഴൊക്കെ ഞാൻ പിന്നെ വെളുത്തുള്ളിൻ്റെ ഒക്കെ തൊലി ക്ലീൻ ചെയ്ത് വെക്കും, പക്ഷെ ചതച്ചിട്ടൊന്നും വെക്കലില്ല കേട്ടോ. അപ്പോൾ ഈ ഇടയിൽ നല്ല സുഖമായിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കാൻ. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഇതിൽ കൂടെ ഒന്ന് 2-3 ഇടിയൊന്ന് ഇടിച്ചാൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ചതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചതച്ചങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ പിന്നെ റോസ്റ്റിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ പയർ ഉപ്പേരി ഉണ്ടാക്കാനുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ കുറച്ചൊരു നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്, ചെറിയതാക്കി കട്ട് ചെയ്യാതെ കുറച്ചൊരു വലുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല നാടൻ ഇളയ പയറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുടുംബശ്രീക്കാർ പച്ചക്കറീൻ്റെ വിളവെടുപ്പ് നടത്തിയപ്പോൾ പിന്നെ കുഞ്ഞിരാക്ക് കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ സാധാ പച്ചക്കറിയൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വിളവെടുപ്പ് പയർ അവർ ഉണ്ടാക്കിയപ്പോൾ കൊടുത്തതാണ് കേട്ടോ. നമ്മളെ വിഷമൊന്നും അടിക്കാത്ത നല്ല ജൈവവളമൊക്കെ ചേർത്ത് നല്ല നാടൻ പയറാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാനും നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല ഇളയ പയറായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കട്ട് ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത് നമ്മളെ ഉപ്പേരിക്കുള്ള അരിയെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൈനാപ്പിൾ കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിനുള്ള പൈനാപ്പിളൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചെറിയ പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പകുതിയിലേറെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ആദ്യം വട്ടത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് നടുവൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് തൊലിയൊക്കെ ക്ലീൻ ചെയ്ത്. തൊലി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കഴുകിയിട്ട് കഷ്ണങ്ങളാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ തിന്നുകൊണ്ടാട്ടോ കട്ട് ചെയ്യുന്നുണ്ട് തിന്നുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ പൈനാപ്പിളിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് തിന്നാൻ തോന്നുമല്ല. അങ്ങനെയുള്ളൊരു സംഭവമാണല്ലോ പൈനാപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് വായക്കിടുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ സാധാരണ ഉച്ചക്കൊക്കെയുള്ള അങ്ങനെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ വീഡിയോ എടുക്കാത്ത ദിവസമാണെങ്കിൽ ഞാൻ എല്ലതും ഓരോന്ന് ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഉപ്പേരിക്കറി അങ്ങനെയൊക്കെ ചെയ്യലിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണോണ്ട് നമ്മൾ ക്യാമറ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഒരുക്കിയിട്ട് പിന്നെ വീഡിയോ കുക്ക് ചെയ്യാൻ ഒരുങ്ങാന്നുള്ളതിലാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികൾ കഴിയൂട്ടാ. പിന്നെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേന് അത് ഉണ്ടാക്കുക, മറ്റേത് കട്ട് ചെയ്യുമ്പോഴത്തേന് ഇതുണ്ടാക്കുക, അങ്ങനെ ആകുമ്പോൾ വേഗം പണി കഴിയും. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇനിയിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ മുളക് പൊടി ഞാൻ സാധാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് 3 ഇട്ടിട്ട് നല്ലൊന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടികളെ പച്ച സ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പാനിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ നമ്മൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ മസാലപ്പൊട്ടി വെച്ച് ചെമ്മീനില്ലേ അതൊന്ന് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കും. നല്ല നിരീച്ചൊന്നും ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചെമ്മീനൊന്ന് വെന്തൊന്ന് പിന്നെ ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. നല്ല നെരിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഞാൻ മറ്റേ സ്റ്റൗവിൽ നമ്മളെ കുക്കറിലുള്ള പൈനാപ്പിൾ വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പൈനാപ്പിൾ വേവിക്കാൻ ഒരു 3 വിസിൽ വരുന്ന വരെ വേവിക്കണം കേട്ടോ. പൈനാപ്പിൾ ജസ്റ്റ് നല്ലൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചട്ടിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ വെച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ 3 വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കണം. ഇനി ഞാനിതാ ചീനച്ചട്ടി ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് നമ്മളെ സവാള ഒക്കെ കട്ട് ചെയ്തതും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒരുമിച്ച് എണ്ണയിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചെറിയ ഉള്ളില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ ഉള്ളിയല്ല, അപ്പോൾ ഞാൻ കട്ട് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഉള്ളി ഒന്ന് നല്ല വഴറ്റിയെടുക്കണേ. ഉള്ളി നല്ല സോഫ്റ്റാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലൊന്ന് വാട്ടിയെടുക്കേണ്ട ഉള്ളി. ഇനിയിപ്പോൾ സവാളൊക്കെ വാടുന്ന ടൈം കൊണ്ട് ഞാൻ പിന്നെ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പൈനാപ്പിളിൻ്റെ കഷ്ണമില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ ചേക്കാണ്. പിന്നെ ഒരു ബത്തക്കൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ചേക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാം. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്താണ്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് പൈനാപ്പിൾ ചെറിയ കഷ്ണമുള്ളതായിരുന്നു കേട്ടോ. നമ്മൾ 3/4 ഭാഗത്തോളം പകുതിയിലേറെ നമ്മൾ പച്ചടിക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ സവാള ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചത്.
അപ്പോൾ സവാളൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 തക്കാളിയായിരുന്നല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1.5 തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. പുളിയുള്ള തക്കാളിയാണ്, അപ്പോൾ ഞാൻ മുഴുവൻ ചേർക്കേണ്ട വിചാരിച്ചു. അപ്പോൾ ഇതാ തക്കാളി ഒന്ന് ചേർത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തക്കാളി ഒന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം കേട്ടോ. മൂടിയിട്ട് നല്ലൊന്ന് തക്കാളി വെന്തൊന്ന് സോഫ്റ്റായി വരട്ടെ. ആ ടൈമോട് ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിക്കണം. ഞാൻ നമ്മൾ കട്ട് ചെയ്ത് കട്ടിംഗ് ബോർഡും പിന്നെ ഇടികളിലും പിന്നെ കുറച്ച് 2-3 പ്ലേറ്റും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് ഇതിന് കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പോൾ തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഈ പണീൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒന്നും പിന്നെ ഒരു പണിയായി തോന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ എന്തായാലും ഈ ഉള്ളി വാടുന്ന ടൈമും അങ്ങനത്തെ ടൈമൊക്കെ നമ്മൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പണികൾ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ആ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുന്നേ ഇടയ്ക്ക് നമ്മൾ സവാള വാട്ടാൻ വെച്ചത് നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അത് തക്കാളി നല്ല വെന്ത് സോഫ്റ്റായി വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ മാറ്റി വെച്ചിട്ടില്ലായിരുന്നു മസാലപ്പൊടി, ചൂടാക്കിയിട്ടുണ്ടായിരുന്ന മസാലപ്പൊടി, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സവാളയും പിന്നെ മസാലപ്പൊടികളൊക്കെ നല്ല മിക്സ് ആവുന്ന രൂപത്തിൽ നമുക്കെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും ഇതിലേക്ക്. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ആട്ടോ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് നമ്മൾ ഗ്രേവി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവി നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കറി പോലെ ഗ്രേവി വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ അധികം ഗ്രേവി ഒന്നും വേണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ ചെമ്മീനൊക്കെ ചേർത്തതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ കിടന്ന് വറ്റട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം, പയറുപ്പേരി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചെടുത്ത് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് പയറും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുക ചെയ്തിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ല ആവിയിൽ വേവിച്ചെടുക്കട്ടെ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പയറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ പയർ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളെ ഗ്രേവി നല്ലൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റിയെടുത്തപ്പോൾ നല്ല ഗ്രേവിൻ്റെ കളറേ മാറി നല്ലൊരു ഭംഗിയുള്ള കളറായി. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച പാടെ ഒരു മഞ്ഞ കളറായില്ലല്ലേ എനിക്ക് കറി നിന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ വറ്റി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു കളറായിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്യണം മുന്നായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്തിട്ടൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ്റെ മസാല കേട്ടോ, ചെമ്മീൻ ഗ്രേവിയാണത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഗ്രേവി എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിലേക്കോ അപ്പത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി ഞാനിതാ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പൈനാപ്പിൾ പച്ചടിൻ്റെ പണിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പൈനാപ്പിൾ അവിടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ 3 വിസിലൊക്കെ വന്നപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണെ ഞാൻ പൈനാപ്പിൾ. അപ്പോൾ നമ്മൾ കുക്കറിൽ പൈനാപ്പിൾ വേവിച്ചുകൊണ്ട് തന്നെ പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ വേവിച്ച പൈനാപ്പിളിൽ നിന്ന് ഒരു കയ്യിൽ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാന്ന്. ബാക്കിയുള്ള പൈനാപ്പിൾ ചട്ടിയിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. അത് ഒന്നെടുത്തിട്ട് ഞാൻ അതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയിട്ട്. അപ്പോൾ നമ്മളെ പൈനാപ്പിളൊക്കെ നല്ല വെന്തതാണല്ലോ. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്, ചെറിയ ജീരകമില്ലേ. അപ്പോൾ 1/4 ടീസ്പൂണിലേറെ ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചടിയിലേക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള കടുകാണ് കേട്ടോ. നമ്മൾ പച്ച കടുകാണ് ഇതിൽ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ പച്ചടിയിലേക്ക് മെയിനായിട്ടാണ് പച്ചക്കടുക് അരക്കൽ. അപ്പോൾ അതും ഞാൻ 1/4 ടീസ്പൂണിലേറെ 1/2 ടീസ്പൂൺ എടുത്ത് ഞാൻ കടുക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ നല്ല തന്നെ അരച്ചെടുക്കട്ടെ. നമ്മൾ തേങ്ങ അരക്കുന്ന പോലെ തന്നെ നല്ല അരച്ചെടുക്കാം.
നമ്മളെ പൈനാപ്പിളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈം കൊണ്ട് നമുക്കിത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പ്ലാന്റ്സ് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് നല്ല ക്ലീനാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടച്ചതിന് ശേഷം ഞാനിതാ കട്ടിംഗ് ബോർഡ് പിന്നെ നമ്മൾ ഇടികളിലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ലത് പിന്നെ കൗണ്ടർ ടോപ്പ് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ആ കൗണ്ടർ ടോപ്പ് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതാ പിന്നെ നമ്മൾ സ്റ്റൗവിൽ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച വെള്ളം കെറ്റലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചടി നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചടി എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയിൽ പിന്നെ എണ്ണ ഉണ്ടാവുക. അപ്പോൾ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് ഇപ്പോൾ പിന്നെ തേങ്ങ കലക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളത്. ഞാൻ ഒന്ന് ചെറുതായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിള വന്നതിന് ശേഷം ഇതുപോലെ ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് അരക്കപ്പ് തൈര് വരെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല പുളിയുള്ള തൈരാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തൈര് ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്യുന്ന മുന്നേ ഞാൻ നല്ല തിളപ്പിക്കണമെന്നില്ല, തൈരൊന്ന് കട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഞാൻ സ്റ്റൗന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് വറവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ കറിവേപ്പും വറ്റൽമുളകും ഇട്ടിട്ടൊന്ന് പിന്നെ വറവ് ചെയ്തിട്ട് നമ്മൾ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിട്ടാ നമ്മൾ പിന്നെ ഗ്യാസ് സ്റ്റൗ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ ഞാനിതാ പേപ്പർ വെച്ചിട്ട് സ്റ്റൗ ഒന്ന് ആദ്യം നല്ല എണ്ണയൊക്കെ തുടച്ചെടുത്ത് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വറവ് ചെയ്ത എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ആദ്യം തുടച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലോത്ത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. നമ്മളെ ഫുഡും കാര്യങ്ങളും പിന്നെ ഞാൻ തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പണികളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പിന്നെ സിങ്കൊക്കെ ഞാൻ രാവിലെ തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെമ്മീൻ തൊലിക്കൽ മീൻ കഴുകലൊക്കെ കഴിഞ്ഞ ശേഷം സിങ്കൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കഴുകി ഒന്ന് തുടയ്ക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.